അവസാനം ഞാനില്ലാതാവാതെ തീരുള്ളൂ എന്നുള്ളവര് അവിടെ വരെ എത്തുന്നത് അയ്യോ അവിടെ വരെ എത്തും. മോദിന് അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഹണി ട്രാപ്പിൽ പെടുത്തി രൂപത്തിൽ നമുക്ക് അവതരിപ്പിച്ചിട്ട് ഇതാക്കി കഴിഞ്ഞാല് എന്താണ് അങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. പുള്ളിക്കാരത്തി എന്നോട് ആക്ട് ചെയ്യാൻ പറഞ്ഞത് മുതല് എന്നെ എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാൻ പറ്റുമോ അത്രയും പുള്ളിക്കാരത്തി എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അവസാനം അതൊന്നും വേണ്ടെന്ന് പറഞ്ഞാണ്ട് എന്നെ വിശ്വസിപ്പിക്കുക. ഞാനത് ആലോചിക്കാതെ ഓരോന്നും ഇങ്ങനെ ഈ അപ്പത്തെ വെപ്രാളത്തിൽ ഉണ്ണിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ അത് വേറെ കഥ. നീനക്ക് ഇത് ഞാനിത് പറഞ്ഞപ്പോ നീനക്ക് എന്നോട് സംസാരിക്കണം. ഫോൺ ഇങ്ങനെ എടുത്ത് എന്റെ അടുത്ത് ഇങ്ങനെ ഉണ്ട്. ഞാൻ എല്ലാവരും മാതിരി റെക്കോർഡും ചെയ്യുന്നതാണല്ലോ എന്റെ മുമ്പ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു മേഡ റെക്കോർഡ് എന്താ വെച്ചാൽ ചെയ്തോ. ഒരു 5-6 വട്ടം അഭിനയിപ്പിച്ചിട്ട് പറയുന്നതെല്ലാം കറക്റ്റ് ആണോന്നാണോ അതോ അതുപോലെ എക്സ്പ്രഷൻ ഇട്ട് പറയണോന്നോ? താടി വേണം, പിന്നെ ക്ഷീണം വേണം, പറയുമ്പോ എന്നെ രക്ഷിക്കണം വേണം. അവരുടെ അടുത്തൊരു വീഡിയോ ക്ലിപ്പിന്റെ അത് കുടുങ്ങിപ്പോയി വേണം, എന്നെ രക്ഷിക്കണം. ആ വീഡിയോ ക്ലിപ്പ് ഔട്ടായി കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും വേണം. ഞാൻ ക്യാമറയുടെ ആള് വന്നിട്ട് 24 മണിക്കൂർ കൊണ്ട് മൊത്തം ബാക്കപ്പ് എടുത്തവർക്ക് കൊടുത്ത് എല്ലാത്തിനും. അവരതില് എന്തൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും അറിയോ? എല്ലാത്തിലും ഓഡിയോ ഉണ്ട്, പക്ഷെ എല്ലാത്തിലും ഓഫ് ആയിരുന്നു. ഇവിടെ മാത്രമാണ് ഓൺ ആക്കി വെച്ച്. മേഡം എനിക്ക് റിസപ്ഷനിൽ മാത്രമേ ഉള്ളൂ ഓൺ. ഈ ചങ്ങന്മാര് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ അപ്പൊ എനിക്ക് തോന്നുന്നത് മിനിയാന്ന് വന്നപ്പോ ഓഫ് ആക്കിയതാവും മറ്റേതൊക്കെ. മേഡം കഥയിൽ ചെറിയൊരു മാറ്റം വരുത്തിയത് എന്നോട് പറഞ്ഞില്ല. പെണ്ണില്ലായിരുന്നല്ലോ നമ്മള് ഫൈനൽ ചെയ്തതില്. അതായത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എല്ലാവരും പെണ്ണോ മോതിരം എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഞാൻ അവസാനമായിട്ട് ചോദിക്കുകയാണ്. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. ഇതിന്റെ ഒരു വീഡിയോ ക്ലിപ്പും കിട്ടിയെന്നാ പറയണേ. പക്ഷെ ഓഡിയോ ക്ലിയർ ആയിട്ടില്ല എന്നൊക്കെയാണ് പറയണത്. നമ്മൾ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഇതില് ഒരു വീഡിയോ ഒരു ഓഡിയോ എന്റെ ഫോണിൽ റെക്കോർഡായിരുന്നു. ഒരു വീഡിയോ പുള്ളിക്കാരത്തിനോട് പറയണേ. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത് തന്നെ അതുല്യ മോമിന് ഇങ്ങനെ ഒരു ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്, ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടാക്കിയാലോ എന്ന് വെച്ചിനോട് ഒരു കഥ. ഞാൻ പറഞ്ഞ എന്ത് കഥ നമ്മൾ ഉണ്ടാക്കാതെ ഒരു ചെറിയ ട്രാപ്പില് ഒന്നിനെ പെടുത്തി നോക്കിയാൽ മതി. അപ്പോഴൊന്നും ഇതില്ല കേട്ടോ, ട്രാപ്പായി ഭീഷണി. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ മുഹമ്മദിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തിട്ട് ഒരു ചെറിയയൊരു ഇതെടുത്ത് വീഡിയോ എടുത്ത് വെച്ചില്ല. എന്ത് വീഡിയോ വേണം? മുഹമ്മദ് ഡ്രിങ്ക്സ് കഴിക്കില്ല കഴിച്ചു. ഞാൻ ഡ്രിങ്ക്സ് ഹോട്ട് ഡ്രിങ്ക്സ് ഒന്നും കഴിക്കില്ല, ബീർ കഴിക്കുന്നതും. അപ്പൊ ഒരു കാര്യം ചെയ്യാറില്ല അത്, അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ഇങ്ങനെ ആക്കാം. ഒരു വീഡിയോ അവര് എടുത്തു വെച്ചിന്, സെക്സ്വൽ വീഡിയോ. അങ്ങനെ അയക്കാൻ മുഹമ്മദിന് ഒന്നും പേടിക്കൊന്നും വേണം കേട്ടോ. അവര് നമുക്ക് ജസ്റ്റ് ഒരു ഇതുപോലെ ഞാൻ ചോദിക്കുന്ന മാത്രമേ ഉള്ളൂ. നമുക്ക് അപ്പള ജസ്റ്റ് ഞാൻ ചോദിക്കുന്ന മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞേ. മുഹമ്മദിന് അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഹണി ട്രാപ്പിൽ പെടുത്തി രൂപത്തിൽ നമുക്ക് അവതരിപ്പിച്ചിട്ട് ഇതാക്കി കഴിഞ്ഞാല് എന്താണ് അങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അതൊന്നും വേണ്ട, അതൊക്കെ ഇങ്ങനെ ഏത് പെണ്ണ് അവിടെ പെണ്ണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അല്ല അതുല്യ മുഹമ്മദിന്റെ കൂടെ അങ്ങനെ നിന്നത് വീഡിയോ എടുത്ത്. ഞാൻ പറഞ്ഞു ആര് വീഡിയോ എടുത്തത്? അത് ശരിയാ അതുല്യ വേണ്ട. അപ്പൊ അതുല്യ വീഡിയോ എടുത്ത് നോക്കാം വേറൊരു സ്ത്രീയോടെ വന്നത് ലെവലായാലും എങ്ങനെ ഉണ്ടാവും? പെണ്ണുങ്ങളൊന്നും വേണ്ട മേഡം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പെണ്ണൊന്നും വേണ്ട എന്ന് പറഞ്ഞു. നമ്മള് ഇത് മാത്രം ആക്കല്ലേ, ഏത് ഡ്രിങ്ക് അടിക്കണ. അപ്പൊ അവരുടെ പുള്ളിക്കാരന് കൂടിയിട്ടാണ് വിളിച്ചത് എന്ന് പറയണം. അങ്ങനത്തെ രൂപത്തില് ഒരു സ്റ്റോറി ഉണ്ടാക്കി പറഞ്ഞു കഴിഞ്ഞാല് സംഗതി എല്ലാം ക്ലിയർ. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, എല്ലാം ക്ലിയർ ആക്കും. ഇങ്ങനൊരു സ്റ്റോറി പറഞ്ഞാല് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവും. ഇവിടുത്തെ ഉണ്ണിസാധന എല്ലാം സോൾവ് ആവും. ആർക്കും ഒരു പ്രയാസം ഉണ്ടാവില്ല. അപ്പൊ ചിലാണ്. അപ്പൊ അതിന് മോതിന് ഒരു പ്രശ്നം വരില്ല, ആരും അറിയില്ല. ഇങ്ങനെയൊക്കെ
ആരും അറിയൂലെന്നോ? അപ്പൊ ഞാൻ വെളിയിൽ ആരും അറിയത്തില്ലാന്ന്. എങ്ങനെ നിങ്ങൾ ഇങ്ങനെ പറയുന്നതോ? അല്ലെങ്കിൽ അവരിങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചത് അറിയത്തില്ലെന്നോ? എന്താണ് അത് രണ്ടും ഇങ്ങനെ ഒരു കഥ പറഞ്ഞ ഉണ്ടാക്കിയിട്ട്? പഠിപ്പിക്കായിരിക്കും അവരുദ്ദേശിച്ചത്. ഞാൻ പേടിക്കണ്ട, ഇതാരും അറിയില്ല, ഞാന് അതിനനുസരിച്ച് കൈകാര്യം ചെയ്തോളാം. മീറ്റിങ്ങിനകത്ത് കൈകാര്യം ചെയ്തോളാന്നായിരിക്കും. അതായത് മുഹമ്മദിന് ഒരു എഫക്റ്റും വരൂല, ആരും അറിയാനും പോകുന്നില്ല. മുഹമ്മദ് ഇതൊന്നും എന്റെ കൂടെ നിന്നാ മതി. അതെങ്ങനെ പറയണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ തന്നെ പുള്ളിക്കാട്ടി ഒരു കോള് വന്നു. അപ്പൊ നമുക്ക് സംസാരിക്കില്ല പറഞ്ഞു. പിന്നെ അടുത്തത് പിറ്റേന്നല്ല, അതിന്റെ പിറ്റേന്ന് 26-ാം തീയതി 5-ാം തീയതി ഏറ്റവും വിളിച്ച്. അപ്പൊ എന്നെ റൂമിലോട്ട് വിളിച്ചിട്ട് വൈകിട്ട് മേഡം പോയതിന്റെ ശേഷം അപ്പൊ ഞാന് ചെന്നപ്പം തന്നെ പറഞ്ഞ്, മേഡം അങ്ങനത്തെ ഒന്നും വേണ്ട, എനിക്ക് അതിലൊന്നും താല്പര്യമില്ല, വേറെ എന്തെങ്കിലും നോക്കാം, ഞാനായിട്ട് ഒരാളെ ഇതാക്കണം, എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പൊ അങ്ങനല്ല മുഹമ്മദ്, ഞാൻ പറഞ്ഞുതരാം, അങ്ങനല്ല മുഹമ്മദ് ഞാൻ ഇരിക്കലോ, ഞാൻ നിന്നോളാന്ന് പറഞ്ഞു. ഇല്ലല്ല മുഹമ്മദ് ഇരുന്നിട്ട് സംസാരിക്കാം, അങ്ങനെ അവിടെ ഇരുത്തും. അങ്ങനെ ഇരുന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. മുഹമ്മദ് ഒന്നുകൊണ്ടും പേടിക്കണ്ട. മുഹമ്മദിന്റെ ഫോൺ അവിടെ ഞാൻ ഫോൺ കയ്യില്, ഫോൺ എന്താ പറയുക, ഇതൊന്നും റെക്കോർഡൊന്നും വരരുത്, അതുകൊണ്ട് അട്ടം തെറ്റിദ്ധരിക്കരുതേ, ഫോൺ മേശപ്പുറത്ത് വെച്ച് ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ല. അപ്പൊ അവര് ഇങ്ങനെ പിന്നെ അതായത് ഇവര് വീണ്ടും ക്ലാസ് എടുക്കുകയാണ് അവരുടെ റൂമിൽ നിന്ന്. ഓരോ ദിവസങ്ങളിലും ഇത് ഓരോരോ ക്ലാസ്സാണ്. എങ്ങനെ പറയണം, ഞാൻ ഈ രൂപത്തിൽ മുമ്പ് ആ രൂപത്തിൽ തന്നെ ഇവിടെ നിന്നാ മതി, ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പൊ ഇത് അവര് എന്ത് ചെയ്യാ, മുഹമ്മദിനെ ഇന്നലെ മുതൽ ഭീഷണിപ്പെടുത്തി. അതായത് ശ്വേതാമേന എന്നെ വിളിച്ചില്ലേ, അന്ന് രാത്രി എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ഇത് 9-ാം തീയതി വിവരം മുഹമ്മദ് അറിയപ്പോലില്ല. ഇവിടെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ട് ചെയ്തു പോന്നത് ഞാനറിയില്ല. നോട്ട് ചെയ്യാൻ പോയി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റേഞ്ചും പോകുന്നുണ്ട്. എന്റെ 12 മണിയാവുമ്പോ പോയിട്ട് വരും, അത്രേ ഉള്ളൂ. അത് അങ്ങനെ. അപ്പൊ അതെന്ത് അവിടെ പറഞ്ഞെടുത്തി, ഇലക്ഷന്റെ അന്ന് ഞാന് നിങ്ങൾ വിവരമൊന്നും ഞാൻ അറിയത്തില്ല. ഞാൻ അറിയുന്നത് എന്താണ്, ഈ ചാപ്റ്റർ പുള്ളിക്കാരി പറയുന്നുണ്ടല്ലോ, അതിന്റെ തലേന്നാണ് ഞാൻ അറിയണത്. ഞാൻ അറിഞ്ഞപ്പോ മേഡത്ത് വന്നുകൊണ്ട് പറയാണ്, ആ രൂപത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത്. ശ്വേതാമ്മ വിളിച്ച അന്നാണ്. അപ്പൊ പുള്ളിക്കാരി വിളിച്ചെന്റെ കയ്യും കാലം പിടിച്ചു പറഞ്ഞില്ലേ, എനിക്കെതിരായിട്ട് ഒരാൾ കൊടുത്ത് അങ്ങനെ എങ്ങനെ പറഞ്ഞില്ലേ. അന്നാണ് ഞാന് എന്തറിഞ്ഞത്, മേഡം ഇങ്ങനെ രാത്രി വീട്ടിൽ പോയതിന് ശേഷം എന്നെ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു ഇന്നോട് അങ്ങനെ പറയുമ്പോ ഇവര് വന്നിട്ട് വീട്ടിൽ പോയിട്ട് നിങ്ങളെ രാത്രിയിൽ വിളിച്ചിട്ട് ഇങ്ങനെ വീണ്ടും പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ പറയണോന്ന് പറഞ്ഞിട്ട്. യെസ്. അത് കഴിഞ്ഞ ശേഷം പിറ്റേന്ന് അതിന്റെ പുറത്തോട്ട് ഇറങ്ങിയ നല്ലായിരുന്നു. ഇവര് അന്ന് വിളിച്ചു കഴിഞ്ഞ് അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോ ആണ് പിന്നെ ഇവര് ഓഫീസിലോട്ട്, ഇത് അധിക ദിവസം ഓഫീസിലോട്ട് വിളിക്കുക ചെയ്യുക. അവരുടെ ഓഫീസിലോട്ട്, അവിടെ ക്യാമറ ഒന്നുമില്ലല്ലോ. അവിടുന്നാണ് കൂടുതലും ചർച്ചകളും. അവിടുന്ന് എന്നോട് പറഞ്ഞ്, നിങ്ങൾക്ക് അതില്ല 21-ാം തീയതി രാത്രി ഇവിടെ ഡ്യൂട്ടി കഴിഞ്ഞ് പോയി കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞ് പിറ്റേന്ന് വന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തന്നെ, എന്റെ വീഡിയോ കാണിച്ചു തന്നിട്ട് ഇങ്ങനെ നിന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഞാനത് പബ്ലിഷ് ചെയ്യും എന്ന് നിങ്ങൾക്ക് നേരത്തെ വീഡിയോ കാണിച്ചു തന്നെ. ഞാൻ എപ്പോഴായിട്ട് നടത്തുന്നത്, അതായത് മേഡം
ഞാൻ പറഞ്ഞു. എന്ന് അവതരിപ്പിക്കണം. പക്ഷെ ഇത് നടന്നത് വേറെ ഡേറ്റ് ആണ്. രണ്ടു മാച്ചല്ല, ഒന്ന് രണ്ട് ദിവസങ്ങളാണ്. ഇത് ഞാനും കുക്കുമേടവും സംസാരിച്ച് ലെവലായിരുന്നത് വേറെ. ഞാൻ ശരിക്കും എനിക്കൊരു പനി ഇതൊക്കെ ഒരു കോൾഡൊക്കെ പിടിച്ചൊരു ദിവസം ഉണ്ടായിരുന്നു മേഡം പോയിന്റെ ശേഷം. ഞാൻ ദിവസം വിളിച്ചപ്പോ മേഡത്തിനെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട്. അന്നാണ് ആശ വന്നിട്ട് എന്നോട് ചോദിച്ചത് എന്താ ക്ഷീണോ ചോദിച്ചിട്ടുണ്ട്. പുള്ളിക്കാരത്തി എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, എന്താണ് കഴിച്ചോന്നൊക്കെ. അതേമാതിരി ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നിനും വേണം, ചെറിയൊരു സുഖായ്മ ഉണ്ട് എന്ന് പറഞ്ഞു. ആ ശരി ശരി ഓക്കെ. നല്ല ചൂടാണ് മുഹമ്മദേ, നല്ല ചൂടാണ്. നല്ല ചൂടാണ്, അതാണ് അങ്ങനെ വരുന്നത്. ഞാൻ പറഞ്ഞു അതാണ് മേഡം, ഞാൻ പുറത്തുനിന്ന് പിന്നെ നേരെ ഐസിയിലോട്ട് കയറില്ലേ, അതുകൊണ്ടിട്ടായിരിക്കും കോൾഡ് ഉണ്ട് പറഞ്ഞു. പക്ഷെ അതിന്റെ ഒക്കെ കുറെ മുമ്പാണ് നമ്മളെ സെക്രട്ടറി എന്നോട് ഇത് പറഞ്ഞത്, എന്ത് കുറച്ചൊരു ശോകത്തിൽ നിൽക്കണം, അപ്പോഴത് വിശ്വസനീയമാവുള്ളൂ, ആക്ട് ചെയ്യുമ്പോ റെഡി ആവുള്ളൂ. പിന്നെ ഞാനൊന്ന് റെക്കോർഡ് ചെയ്തോട്ടെ മുഹമ്മദ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട മേഡം എന്ന് പറഞ്ഞു. അല്ല ഞാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫണ്ട് തരാന്ന് പറഞ്ഞോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്യാണ് മുഹമ്മദ്. അഥവാ നമ്മളിത് ഡ്രോപ്പ് ചെയ്യല്ല, മുഹമ്മദ് എന്നെ ചതിക്കരുതല്ലോ എന്ന് പറയാം. ഞാൻ പറഞ്ഞു വേണ്ട മേഡം എന്ന്. എങ്ങനെ നിങ്ങൾക്ക് പൈസ തരാന്ന് പറഞ്ഞത് റെക്കോർഡ് ചെയ്ത് വെക്കാനാണെന്നോ? അതായത് പൈസ തരാന്ന് പറഞ്ഞിട്ടുണ്ടോ, അപ്പൊ ഞാൻ ഇല്ലാന്ന് പറയണം. അത് റെക്കോർഡ് ചെയ്ത് വെക്കുക അവര്. കാര്യം നമ്മൾ ആ വിഷയം വിടുകയാണല്ലോ, ആ വിഷയം വിട്ടതിന് ശേഷം ഞാൻ ചതിക്കുകയാണെങ്കിലോ എന്നുള്ള റെക്കോർഡിങ്. അപ്പൊ ഈ മീറ്റിംഗ് സപ്പോർട്ട് ചെയ്താ പറഞ്ഞെന്ന് പറയുന്നതായിട്ട്. അതത് എനിക്ക് പക്ഷെ ഞാനുള്ളപ്പോ പറഞ്ഞില്ല. നിങ്ങൾ ഇല്ലാത്തപ്പോഴാണ് അവര് പറഞ്ഞത് മുഹമ്മദ് ഇങ്ങനെ വല്ല കണ്ടു. അതൊക്കെ ആദ്യം പറഞ്ഞു. അതൊന്നും ഞാൻ അറിയണില്ല, അതൊക്കെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയണത്. പക്ഷെ മീറ്റിംഗിന്റെ സമയത്ത് ആശനോട് ആകെ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളൂ, മുഹമ്മദ് വരുമ്പോ ആലുവയിൽ ഇറങ്ങിയോന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ ആലുവ, അപ്പൊ തന്നെ മറുപടി കൊടുത്ത്, ആലുവ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല മേഡം, ഞാൻ കേൾവി മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ഇനി എങ്ങനെ ഞാൻ ജനിച്ചന്ന് മുതൽ ഇന്ന് വരെയുള്ള ഡീറ്റെയിൽ എടുത്താലും ആലുവ ഞാൻ കേട്ടിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല, കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ബോർഡും കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ആലുവ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ അതുവരെ ഞാൻ ഇവിടെ നേരുന്ന ഇടപ്പള്ളി വരെ പോയിട്ടുണ്ട്, ഇവിടെ മറൈൻ ഡ്രൈവ് വരെ പോയിട്ടുണ്ട്, വൈറ്റില, ഈ 3 സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടുണ്ട്. അതല്ലാത്ത സ്ഥലങ്ങളൊന്നും എനിക്ക് എറണാകുളത്ത് അറിയില്ല. ഒന്ന് പിന്നെ ആലുവ വഴിയാണ് കോഴിക്കോട് പോകണമെന്നൊക്കെ ഉള്ള ഒരു ഇതൊക്കെ അറിയാം, അത്രേ ഉള്ളൂ. അല്ലാതെ ആലുവയിൽ ഇറങ്ങേണ്ട ഒരു ആവശ്യം ഇന്ന് വരെ എനിക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ഞാനിവിടെ വന്നതിന്റെ ശേഷം ആകെ ഒരു ദിവസം എനിക്ക് ലീവ്, അത് ഇലക്ഷന്റെ അന്ന് മാത്രം, 9-ാം തീയതി. ഈ 9-ാം തീയതി ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ എവിടെയാണ് എന്നുള്ളതിന്റെ ഫുൾ ഇതിന്റെ മാപ്പ് ആയിട്ടുള്ള റൂട്ട് തന്നെ എന്റെ കയ്യിലുണ്ട്, സെക്കൻഡ് ടു സെക്കൻഡ്. അതും ഇഞ്ച് ടു ഇഞ്ച് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടു സെക്കൻഡ് എന്റെ കയ്യിൽ ഉണ്ട്. എന്റെ കയ്യിൽ നിന്ന് മീൻസ് നിങ്ങൾക്ക് ആർക്കും വേണ്ടി എടുക്കാം, എന്റെ കയ്യിൽ നിന്നല്ല. ഞാൻ പോയ സ്ഥലങ്ങളൊക്കെ പറഞ്ഞുതരാം. അവിടെ ഫുട്ടേജ് ചെക്ക് ചെയ്യുക, അവിടെ എന്റെ ലൊക്കേഷൻ ചെക്ക് ചെയ്യുക, അവിടെ എന്റെ ഗൂഗിൾ പേ ചെക്ക് ചെയ്യാം. ഇത് എല്ലാം കൂടി ഒരുമിച്ച് ആർക്കും ഇത് ചെയ്യാൻ പറ്റൂലല്ലോ. ഇപ്പൊ ഞാൻ ഫോൺ ഒരാൾക്ക് കൊടുത്തു വിട്ടാലും ഞാനുണ്ടാവില്ലല്ലോ. അപ്പൊ ഞാനുണ്ടെങ്കിൽ ഗൂഗിൾ പേ ചെയ്യാൻ കഴിയില്ല, എന്റെ അക്കൗണ്ടിൽ നിന്നാണല്ലോ പൈസ പോണം ഈ ഒരു സ്ഥലത്തും. ഞാനവിടെ ഇവിടുന്നൊക്കെ ഫുഡ്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ മീറ്റിംഗിൽ പറയാം. അപ്പൊ അതോടുകൂടി ആശ ഒതുങ്ങി. ഇതിപ്പോ കേട്ടോട് കൂടി ആശ പിന്നെ ഒന്നും വേണ്ടില്ല. പിന്നെ അഞ്ജലിയാ വേണ്ടി. പിന്നെ അഞ്ജലി പറഞ്ഞേ, ഞാനൊരു ദിവസം അവിടെ ഇരിക്കുന്ന സമയത്ത് അതുല്യ നിങ്ങളോട് 2 പേപ്പർ ഇങ്ങനെ ഇറങ്ങി എന്നിട്ട് അത് എടുത്തിട്ട് വന്നൊക്കെ പറഞ്ഞത് ഞാനും കേട്ടു. അപ്പൊ ആശ അവിടെ നിന്ന് ഞാനുണ്ടായിരുന്നു അപ്പൊ ആ സൈഡിൽ നിന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു മേഡം അവര് പേപ്പർ എറിഞ്ഞു തന്നിട്ടൊന്നും എന്തായാലും നിങ്ങൾ വീഡിയോയിൽ എടുത്ത് നോക്കാം. എന്നോട് പേപ്പർ ഇത് വെച്ചിട്ട് അവിടെ പ്രിന്റർ ഇത് വന്നിട്ടുണ്ടാവുന്ന എടുത്തിട്ട് വാന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളൊക്കെ നിങ്ങൾക്ക് തമ്മിൽ നേരിട്ട് എന്തെങ്കിലും വൈരാക്കി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തീർത്തോ എന്ന് തന്നെ ഞാൻ നിന്ന് കാണാൻ അവിടെ പറഞ്ഞു മീറ്റിംഗിൽ, ആ ഫസ്റ്റ് മീറ്റിംഗ്. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ അഥവാ ഉണ്ടെങ്കിൽ തന്നെ മേഡം എന്നോട് ചോദിച്ചപ്പോ ഞാൻ എന്താ മേഡത്തിനോട് പറഞ്ഞു, അതും കൂടി പറയും മേഡം എന്നാണ്. ഇത് മാത്രം പറഞ്ഞു പോരുത്. മേഡം എന്നോട് അപ്പം തന്നെ ചോദിച്ചപ്പോ ഞാൻ എന്തായിരുന്നു മറുപടി പറഞ്ഞേ, എനിക്ക് പരാതികളൊന്നുമില്ല, പരാതിയൊക്കെ ആവുമ്പോ പറയാം. അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ തന്നെ ഉറപ്പല്ലേ? അതെ.
എനിക്ക് ഒരു പരാതി ഇല്ല, അതിന്റെ മേലെ ഒരു അങ്ങനെയാണെങ്കിൽ എനിക്ക് അപ്പം തന്നെ നിങ്ങളോട് പരാതി പറഞ്ഞൂടെ, ആ മേഡം എന്നോട് ഇങ്ങനൊക്കെ പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞൂടെ. അത് ഞാനും അവരും അതിന്റെ മുന്നേ, അതിന്റെ ദിവസത്തിന് മുന്നേ അല്ലെങ്കിൽ അതിന്റെ 2 മണിക്കൂർ മുന്നേ ഞാനും അവരും തമ്മിൽ എന്തൊക്കെ സംസാരിച്ച് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ. പിന്നെ നിങ്ങൾ നീനാകുറിപ്പ് താര വിട്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി മുഹമ്മദ്, വേറെ ഒന്നും അറിയിക്കണ്ട. ഞാനിത് അറിഞ്ഞത് കുക്കു ഇങ്ങനെ അവതരിപ്പിച്ചെന്ന് ഈ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും മോഹൻലാലിനോടും മാത്രം പറഞ്ഞൊരു സാധനം എനിക്കെങ്ങനെ കിട്ടി, അത് മാത്രം പറഞ്ഞാൽ മതി. വേറെ ഒന്നും അതല്ല എല്ലാരും ചോദിക്കുന്നുണ്ട്. ആർക്കറിയാം? നീന, കുക്കു, ആശ, അഞ്ജലി, സിജോയ്, ഇവര് 5 പേരും ചോദിക്കുന്നുണ്ട് ഇത് എവിടുന്ന് കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞ് ഇത് എവിടുന്ന് കിട്ടിയാലും ഏത് ഇതിന്ന് കിട്ടിയെന്നുള്ളതല്ല, ഈ സംഗതി മേഡം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തിരക്കഥയിൽ ലേശം മാറ്റം വരുത്തുന്ന എന്നോട് പറഞ്ഞില്ല. ഞാൻ അതാണ് എൻട്രി കിർമ തന്നെ പറഞ്ഞിട്ടാ പോരുന്നത്. മേഡം തിരക്കഥയിൽ കഥയിൽ ചെറിയ മാറ്റം വരുത്തുമ്പോ നായകനായ എന്നോട് പറയണ്ടേ. അങ്ങനെ പറയുമ്പോഴാണ് എന്താ ചോദിച്ചു. ഒന്നുമില്ല മേഡം, അത് ഞാൻ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാനിട്ടാണ് ഞാൻ തുടങ്ങണേ. മേഡം ഇപ്പൊ കംപ്ലൈന്റ് ഞാൻ തന്ന പരാതിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ, അത് കഴിഞ്ഞ ശേഷം ഞാന് തന്ന ആ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. കാരണം അത് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ പരാതിയൊക്കെ അതിന് മുങ്ങിപ്പോന്നും പറഞ്ഞു. റിയാക്ഷൻ എന്താ? അയ്യോ, കണ്ണൊക്കെ 4 ആൾക്കാരെ കണ്ണൊന്നൊരു ഒട്ടിക്ക് വെച്ച മാതിരി കണ്ണൊക്കെ ഇതായിട്ട് ആകെ വെപ്രാളം പിടിച്ചിട്ടുള്ള ഒരു ഇത്. അല്ല ആകെ പേടിച്ചില്ലാതായി. പക്ഷെ ഞാൻ രണ്ടും കൽപ്പിച്ചുള്ള ചോദ്യം, എന്റെ വരവും ആ ഡയലോഗും അതിൽ തന്നെ ശ്വേതാത്മേടം വരെ നെറ്റി. പക്ഷെ ഞാൻ ഒറ്റടിക്ക് പറഞ്ഞത് ഒരു കൂസലും ഇല്ലാതെ ഞാൻ ആദ്യം തന്നെ അവരോട് പറഞ്ഞത് ഈ ഡയലോഗാ പറഞ്ഞത്. മേഡം കഥയിൽ ചെറിയൊരു മാറ്റം വരുത്തിയത് എന്നോട് പറഞ്ഞില്ല. പെണ്ണില്ലായിരുന്നല്ലോ നമ്മള് ഫൈനൽ ചെയ്തതില്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എല്ലാവരും പെണ്ണോ ആര്? അപ്പൊ കുക്കു ഇത് എങ്ങനെ അറിഞ്ഞ് ആദ്യം അത് കണ്ടുപിടിക്കും പറഞ്ഞിട്ട് തുടങ്ങി. അതിന് നീന എല്ലാവരും പിന്നെ നീന നൈസിന്റെ തൊട്ടടുത്ത നീന ഇരിക്കണേ. നീനമേടെ തൊട്ടടുത്തിരുന്ന നീനമേടെ എന്നോട് ചോദിക്കുന്നത് മുഹമ്മദേ അത് ആരാന്ന് മാത്രം പറയും, എന്നോട് പറഞ്ഞാൽ മതി. കാരണം ഞാൻ പറഞ്ഞു വേണം നിങ്ങളോടുമല്ല ഇവിടെയുള്ള ആരോടും ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നോട് ആരും പറഞ്ഞിരുന്നില്ല, എന്ത് ഞാൻ അറിഞ്ഞെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആര് പറഞ്ഞെന്നുള്ളത് പിന്നിലുള്ള വിഷയല്ലേ. ആക്ച്വലി ഒരു ദൈവതുല്യനായ ഒരാളാണ് പറഞ്ഞത്. അത്രേ ഉള്ളൂ. ആക്ച്വലി ദൈവമുള്ളതുകൊണ്ടാണല്ലോ ഞാൻ അറിഞ്ഞത്, അല്ലാതെ ഞാൻ അറിയാൻ പോണില്ല. അപ്പൊ ഈ കഥയിലും തിരക്കഥയിലും ഡയറക്ഷൻ എല്ലാം ചെയ്തത് മേഡാണെങ്കിലും അതിൽ ചെറിയ മാറ്റം വരുത്തുന്ന നായകൻ അറിഞ്ഞില്ല. അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളത്. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. നമ്മൾ ആദ്യം ഇത് പറയാന്ന് പറഞ്ഞത് നമ്മളെ കംപ്ലൈന്റിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. ഈ കഥ പൊളിഞ്ഞപ്പോൾ ഈ കുക്കു പരമേശ്വരന് മാത്രമേ ഞെട്ടലുണ്ടായുള്ളൂ, അതോ ഈ പറഞ്ഞ ആശയ്ക്കും നീനയ്ക്കും ഒക്കെ ഉണ്ടായോ? കാരണം ഇതില് 3 പേരുടെ സംശയം കൊണ്ട് ചോദിക്കുക. ഉണ്ട്. അവരൊക്കെ കണ്ണൊക്കെ എല്ലാരും വെച്ചാല് നീന ആൻഡ് കുക്കു തൊട്ടടുത്തിരിക്കുന്നത്. ആശ കുറച്ച് ദൂരമായിരുന്നു. ആശ മേഡം ഒക്കെ അഞ്ജലി മേഡത്തിനൊക്കെ ഉണ്ട്. ഇവര് 4 പേർക്കും ഒരു എന്താ പറയാ ഒരു പ്രത്യേക നേട്ടമുണ്ട്. അതിൽ പിന്നെ ആകെ എന്നോട് തിരിച്ചു ചോദിച്ചത് ഈ കംപ്ലൈന്റിനെ കുറിച്ച് ചോദിച്ചത് സരവി മാത്രം. സരവി അവരെ മെൻഷൻ ചെയ്തത് എന്താ കാര്യം ചോദിച്ചു. അവരെ മെൻഷൻ ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ അഞ്ജലിനെ സുനി സാറിന് മാറിപ്പോയി. സരവി ആണോ എന്നുള്ളൊരു ചോദ്യം സരവി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ എനിക്ക് മാഡത്തിന് പ്രശ്നക്കാരിയാക്കി ചിത്രീകരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് ഞാൻ എഴുതിയിട്ടുണ്ട് എന്റെ കംപ്ലൈന്റ്. കാരണം അങ്ങനെ ചോദിക്കേണ്ട ആവശ്യം പുള്ളിക്കാരനില്ല. അപ്പൊ അഞ്ജലി മേഡം പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ അത് അറിയണത് തന്നെ. ഉണ്ണി ശിവപാലിനെ മാറ്റി നിർത്തിയതിൽ ഏറ്റവും കൂടുതൽ പ്രതികരിച്ച ആൾ ആശാരവിന്ദാണെന്നാണ് ഞാൻ കേട്ടത്. ആശാരവിന്ദ് പ്രതികരിച്ചാണ്, അഞ്ജലി പ്രതികരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പിന്നെ ആശാരവിന്ദാണ് അത് ചോദ്യം ചെയ്തതെന്ന്. അത് ഞാൻ കേട്ടു. ഞാനുള്ളപ്പോ അങ്ങനത്തെ ചർച്ചകളൊന്നുമില്ല. ഉണ്ണിനെ കുറിച്ച് കൂടുതൽ ചർച്ചകളൊന്നുമില്ല. പിന്നെ ടിനി സാർ എണീറ്റാണ്ട് ചൂടായി. ടിനി സാർ എണീച്ചാണ്ട് ഇങ്ങനെ ഈ മറ്റടുത്ത് ഇപ്പൊ തന്നെ രാജിവെച്ച് പോണം അങ്ങനത്തെ പറഞ്ഞ് ഭയങ്കര ചൂടായി. അവൻ പുള്ളിക്കാർക്ക് വന്നു ലാപ്പിനോട് 2 കൈയും കൂപ്പി തലേന്റെ മുകളിൽ വെച്ചിട്ട് നന്ദി ഉണ്ട് കേട്ടോ പറഞ്ഞു. കുക്കു എല്ലാം കഴിഞ്ഞ് ഞാൻ വരുമ്പോ എന്നിട്ട് നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞിട്ടും അവരതേ കഥ അവതരിപ്പിച്ചത്. ഞാൻ വന്നപ്പോ പക്ഷെ കഥ പറഞ്ഞില്ല. അതാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചിട്ട് ചോദിച്ചത് എന്താണ് കഥ. എനിക്ക് എന്നെ കുറിച്ചൊരു കാര്യം ഒരാൾ പറയുമ്പോ എന്താണെന്ന് എന്റെ മുമ്പിൽ കേൾക്കണ്ടേ എനിക്ക്.
അത് ഞാൻ വന്നപ്പോ ഞാൻ മാഡത്തിന്റെ മുന്നേ പറഞ്ഞില്ലേ, അതിനാൽ കുറച്ചും കൂടി സ്ട്രോങ്ങിലായിരുന്നു എന്റെ ആദ്യത്തെ അവതരണം. രണ്ടാമത് പിന്നെ അതന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഞാൻ പിന്നെ സ്ട്രോങ് ലേശം കുറച്ചു എന്നുള്ളൂ. ആദ്യം ഞാൻ പറയുമ്പോ ഉള്ള കാര്യം പുള്ളിക്കാരത്തി എന്നോട് ആക്ട് ചെയ്യാൻ പറഞ്ഞത് മുതല് എന്നെ എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാൻ പറ്റുമോ അത്രയും പുള്ളിക്കാരത്തി എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അവസാനം അതൊന്നും വേണ്ടെന്ന് പറഞ്ഞാണ്ട് എന്നെ വിശ്വസിപ്പിക്കുക. ആ ഒരു മിടുക്ക് വല്ലാത്തൊരു മിടുക്കാണ്. എന്നുവെച്ചാല് എല്ലാം ചെയ്യാൻ പറഞ്ഞ്, അപ്പൊ ഞാൻ വേണോ വേണ്ട എന്നുള്ള എന്തായാലും ചെയ്യൂല എന്നുള്ളത് 100% എനിക്ക് ഉറപ്പാണ്. പക്ഷെ എനിക്ക് ഈ മീറ്റിംഗ് വരെ നിക്കണല്ലോ, അപ്പൊ അങ്ങനെ കൊണ്ടുപോവാന്നുള്ള ലെവലിൽ ഞാൻ ഇങ്ങനെ മധുരം കൊടുത്ത് നോക്കട്ടെ ആലോചിക്കട്ടെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയാമല്ലോ മേഡം, ഇങ്ങനെ പറയാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയി അവസാനം ഞാന് പറ്റൂലെന്ന് പറഞ്ഞു. അവസാനം ഞാന് പറ്റൂലെന്ന് പറയുന്നുള്ളത് അവർക്കറിയാം ഞാൻ നിൽക്കൂലെന്നുള്ളത്. കഞ്ചല് ഓരോരുത്തരുടെ ഒരു ബോഡി ലാംഗ്വേജിൽ കാണിക്കുമല്ലോ. മേഡന്റെ കൂടെ വരുമ്പം ഞാൻ പറയാറില്ലേ ക്യാമറയുടെ താഴെ തന്നെ നിക്കണം, ആരും വിളിച്ചാൽ അങ്ങനെ ഇങ്ങനെ ഒന്നിനും പോകരുത് എന്ന് ഞാൻ ആദ്യമേ ഒരു ക്ലാസ് ചേച്ചിയോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസം ഇല്ലാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ക്യാമറയുടെ അടിയിൽ നിൽക്കണം എന്ന് പറയുന്നതിന്റെ മനസ്സിലായോ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ഉണ്ടാകാം എന്നുള്ളതിന്റെ ഒരു മനസ്സിലായോ? പക്ഷെ ഇപ്പൊ മനസ്സിലായി മാഡം. പക്ഷെ നമ്മൾ ഇങ്ങനൊന്നും ആലോചിക്കണ പോലല്ലോ. എന്റെ ജീവിതത്തിലൊന്നും ഇങ്ങനത്തെ ഒരു എന്താ പറയാ ഇതിന്റെ ഒരു 100-1 അംശം പോലും ഞാൻ ഇങ്ങനത്തെ സ്ത്രീകളെ കണ്ടിട്ടില്ല. സ്ത്രീകൾ എന്ന് പറഞ്ഞാല് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് അതിലൊന്നും പെടുത്താൻ പറ്റൂല. ഇത് എന്തൊരു ഇങ്ങനൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നെ അവസാനം വിശ്വസിപ്പിക്കുക. ഈ ചാപ്റ്ററെ വേണ്ട മുഹമ്മദ് പറഞ്ഞ മാതിരി ഇതൊരു അപകടമാണ്. ഞാനത് ആലോചിക്കാതെ ഓരോന്നും ഇങ്ങനെ ഈ അപ്പത്തെ വെപ്രാളത്തിൽ ഉണ്ണിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ അത് വേറെ കഥ. അത് ഉണ്ണിന്റെ റൂമിൽ ക്യാമറ ഉള്ളതുകൊണ്ട് അവരുടെ റൂമിലാണ് ഇവര് രാത്രി പോയി ഇരിക്കാറ്. സ്ഥിരം മേളം പോയതിന്റെ ശേഷം മേളം പോയതിന്റെ ശേഷം ഉണ്ണി വന്നിട്ടില്ല. അതിന്റെ മുന്നേ മേളം 5 മണിക്ക് പോവുമല്ലോ. പോയി കഴിഞ്ഞവര് രാത്രി വരവുണ്ട്. ഈ രാത്രി വരവര് സാധാരണ ഇരിക്കല് ഉണ്ണി സാർ റൂമിലാണ്. പിന്നെ കുറെ ദിവസങ്ങൾ ഇരിക്കല് അവരുടെ റൂമില്, കുക്കുന്റെ റൂമില് എത്ര സമയമായിരിക്കുമല്ലോ ഇരുന്ന് ഞാൻ വരില്ല അവർക്ക് ഉറപ്പാണ്. ഞാൻ വിളിച്ചിട്ടേ പോവുള്ളൂ. നമുക്കൊരു മാനസ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ കിച്ചണിലോട്ടുള്ളിടത്തെ ക്യാമറ മാറ്റില്ലേ, അതില് റെക്കോർഡിംഗ് ഉണ്ട്. സൗണ്ട് കേട്ടാലോന്ന് പേടിച്ചിട്ടായിരിക്കും മോളിൽ പോകുന്നത്. അവര് തന്നെ അങ്ങനെയുണ്ടാവും. ഇത് സൗണ്ട് മാത്രല്ല അവിടെ നടക്കുന്നത് എനിക്ക് തോന്നണത്. എന്നുവെച്ചാല് എന്താണെന്നിപ്പോ ഇത്ര ഒരാളെ പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവര് തമ്മിൽ സൗണ്ടും ഇതിന്റെ വിഷയം മാത്രല്ല, വേറെ പല വിഷയങ്ങളുണ്ട്. പക്ഷെ നേരിട്ട് കാണാത്തോണ്ട് എനിക്ക് അതിനെ പറ്റി പറയാൻ വയ്യ. പക്ഷെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ അവര് തമ്മിൽ നടക്കണമെന്ന് 100% എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ഒരു വിഷയമാണ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഇത് അവര് ഓഫീസിലോട്ട് ഉണ്ണിസാറായിട്ട് അങ്ങ് പോയിട്ട് അവിടുന്ന് ഓരോന്ന് പ്ലാൻ ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പിന്നാണ് എനിക്ക് വിളി വരിക. അച്ഛനല്ലേ അയാൾ ഇത്രയും ഒരു വൃത്തികെട്ട രീതിയിലൊരു പെണ്ണിനെ അപായപ്പെടുത്തുന്ന കാര്യത്തിൽ ഇങ്ങനെ നിന്നുള്ള എനിക്ക് ബാക്കി അയാളുടെ തൊഴിൽപരമായിട്ട് ചെയ്ത ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഒരു പെണ്ണിനെ ഉപദ്രവിക്കാനുള്ള മെന്റാലിറ്റിക്ക് അയാളും കൂട്ടുനിന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര ഞെട്ടൽ ഉണ്ടാക്കുന്ന ഒരു കാര്യം. അയാൾക്കൊരു മോള് ഉള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. അങ്ങനെ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ വേണം ഇന്ന സമയത്തോളം പുള്ളിക്കാരനാണ് മാസ്റ്റർ ബ്രെയിന്. ഇന്ന സമയത്തോളം ഇന്നെ കൊണ്ട് ഇങ്ങനൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അവസാനം അവരതൊന്നും അല്ലാത്ത രൂപത്തില് നമ്മളൊന്നും അറിയാത്ത രൂപത്തിൽ അവിടെ കൈകാര്യം ചെയ്ത് പോവാന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്ക് ഫീൽ ചെയ്യണേ. ഒന്നും ആയിട്ടില്ല, ഒന്നാക്കി എന്നെ കൊണ്ടില്ല അഭിനയം പഠിപ്പിച്ച് എല്ലാ ആക്ടിങ്ങും പഠിപ്പിച്ച് അവസാനമായിട്ട് ഇത് ഡ്രോപ്പ് ചെയ്യാന്ന് പറയാണ്ട് എന്നോട് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് ഒന്നും ഓഫർ ചെയ്തിട്ടില്ലല്ലോ, ഉറപ്പില്ല മുഹമ്മദ്, നമ്മളിത് ഡ്രോപ്പ് ചെയ്യാണ്, ഈ കാര്യങ്ങളൊന്നും ഇല്ല, ഈ മുഹമ്മദിന്റെ കംപ്ലൈന്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കോ അതൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സോൾവ് ചെയ്ത് വിട്ട് കഴിഞ്ഞ് അതിന്റെ ശേഷമാണ് പിന്നെ ഇത് എന്റെ ലെറ്റർ ഔട്ട് ആയതിന്റെ ശേഷമാണ് വീണ്ടും വന്നുകൊണ്ട് എന്റെ അടുത്ത് വന്ന് കഴിഞ്ഞത്. മുഹമ്മദിന് എന്തെങ്കിലും ഒന്ന് കാല് പിടിക്കാം. കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞത് മുഹമ്മദിന് എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, ഞാൻ അവസാനമായിട്ട് ചോദിക്കുകയാണ്, ഞാൻ കാല് പിടിക്കാം. അത് ചോദിക്കുമ്പോ ഈ ചേച്ചി എന്റെ കാല് പിടിക്കാൻ അവസാനമായിട്ട് ചോദിക്കാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ല. അന്നാണ് ഞാൻ സ്ട്രോങ് ആയിട്ട് പറഞ്ഞത്, മാഡം എന്നെ വീണ്ടും ഇങ്ങനെ എന്നോട് മാഡം സംസാരിക്കരുത്. അപ്പൊ അതിന്റെ തൊട്ടടുത്ത് ആ ചേച്ചിരിപ്പുണ്ട്.
എന്റെ റൂമിന്റെ അടുത്ത് നട്ടത്. ഉം, എന്റെ റൂമിന്റെ സ്റ്റെപ്പ് മേലെ ഞാൻ നിൽക്കുന്നത്, മേഡം വന്ന് ഊബർ എന്ന് ഇറങ്ങുന്നു. ആ സമയത്ത് നമ്മളായി പുറത്തുള്ള ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഉം, അവരിറങ്ങിയിട്ട് അവിടെ നിന്നിട്ട് ചിലപ്പോ ഓഡിയോ കിട്ടില്ല, ലോങ് ക്യാമറ ആയതുകൊണ്ട്, പക്ഷെ വീഡിയോ കിട്ടും. ഉം, അയാൾ അവിടെ നിന്നാണ് എന്നെ പറഞ്ഞു, മുഹമ്മദെ ഞാൻ അവസാനമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, കരഞ്ഞ് നല്ല കരച്ചില്ല. ഉം, അത് ഈ കരയുന്നത് തൊട്ടപ്പുറത്ത് ചേച്ചി ആ ചെടി നനയ്ക്കുന്ന ചെടീന്റെ അവിടെ എന്താ വേസ്റ്റ് കൊണ്ടിടാണ് വന്നിട്ടുണ്ട്. ഉം, അപ്പൊ ചേച്ചി കാണുന്നുണ്ട് ഇവരിനെ ഇത് കരഞ്ഞെടുത്ത് തിരുമ്പോ ചേച്ചിനെ കണ്ടപ്പോ അവര് ഡയലോഗ് കുറച്ച്, ഉം, അതായത് കാര്യം പിടിക്കണ അതൊന്നും ചേച്ചി കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല, പക്ഷെ കരച്ചില് കേട്ടിട്ടുണ്ടാവും. ഉം, അപ്പൊ ഞാനിങ്ങനെ അന്തം വിട്ടാണ്ട് അപ്പൊ എന്റെ ചേച്ചിന്റെ മുഖത്തൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ അപ്പം ചേച്ചിനോട് പറഞ്ഞു, ആക്ടിങ് കണ്ടില്ല ടോപ്പ്, അത് തിരിഞ്ഞ് നടന്നു പോയപ്പോ ഞാൻ പറഞ്ഞു നല്ല അഭിനയിച്ച പോകുന്നതെന്ന് പറഞ്ഞു ചേച്ചിനോട് ഞാൻ. ഉം, അപ്പൊ ചേച്ചിന്റെ മുഖത്ത് ഇങ്ങനെ നോക്കി നേരെ അവര് പിന്നെ ഇങ്ങനെ ഒന്ന് പോയി ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അവര് കരഞ്ഞത് എന്റെ റൂമിന്റെ അടുത്ത് വന്ന് കരയേണ്ട വല്ല ആവശ്യവും ഞാനാണ് ഇതില് ഈ പെട്ടിരിക്കുന്ന ഒരാളെന്നുണ്ടെങ്കില് ഉം. തിരിച്ചല്ലേ വരേണ്ടത്. ഞാൻ അങ്ങോട്ട് കഴിഞ്ഞിട്ട് മേഡം എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നല്ല പറയണ്ടേ. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ക്യാബിനിലോട്ട് കയറാനോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ സൂക്ഷിക്കണം, ഈ വല്ല പീഡന കേസും അങ്ങനെയൊക്കെ പറയാൻ ഇവർക്ക് എന്തും പറയാവുന്നൊരു ഇതുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ. അതുകൊണ്ടാണ് ഞാൻ അന്ന്, എനിക്ക് ഇത്രയും കഥകൾ അന്ന് അറിഞ്ഞൂടാ. മുഹമ്മദ് ആലോചിക്കണം, ഇങ്ങനെ ഇവര് പറയുമെന്നോ ഇങ്ങനെ കഥയുണ്ടെന്നോ അറിയാത്തപ്പോ ഞാൻ മുഹമ്മദിനോട് പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് എപ്പോഴും ക്യാമറയ്ക്കകത്ത് തന്നെ നിൽക്കണം, ഇവരൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ ക്യാമറയുടെ പുറത്തോട്ട് മാറരുത്, ക്യാബിനിൽ കയറ്റി സംസാരിക്കരുത്, റൂമിനകത്ത് ഇവർ കയറാതെ നോക്കണം, റൂമിനകത്തോട്ട് വിളിച്ചാൽ പോകരുതെന്നൊക്കെ ഞാൻ പറയാറില്ലേ. ആ മേഡം പറയുന്ന സമയത്തൊക്കെ ഞാൻ അധികം പോകാനും കാര്യങ്ങളില്ല. ഇങ്ങനെ ഓരോ കാരണം AC വർക്ക് ചെയ്യില്ലാതെ വിളിക്കുകയാണ്. അപ്പൊ എന്റെ ഡ്യൂട്ടി എന്നുള്ള ലെവലിൽ ഞാൻ പോവാണ്. പോയിട്ട് അരമണിക്കൂർ അവിടെ നിന്ന് ക്ലാസ്സും കാര്യങ്ങളും എടുക്കുക, എന്റെ ഫോണ് വന്ന് നോക്കുക ഞാൻ എന്ത് റെക്കോർഡ് ചെയ്യണ്ടോന്ന്. അപ്പൊ അവരെന്റെ ഫോണ് നോക്കേണ്ട ആവശ്യം എന്താ സംഭവം ശരിക്കും എന്താ വെച്ചാൽ ഞാൻ റെക്കോർഡ് ചെയ്യുമോ എന്നുള്ള പേടിയാണ്. പക്ഷെ അവര് റെക്കോർഡ് ചെയ്യാന്നുള്ളതിന് അവരുടെ ഫോണിന് മേശപ്പുറത്ത് വെക്കും. ഞാനൊന്നും ചിലപ്പോഴും ജയിലിട്ട മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് എന്ന് പറയും. അപ്പൊ മുഹമ്മദ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. പുള്ളി എപ്പോഴൊക്കെ പറയുള്ളൂ, മുഹമ്മദ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം, വലിയൊരു ഉപകാരമാവും ചെയ്തെന്നാല്. അങ്ങനെ കുറെ പ്രാവശ്യം അങ്ങനെ തന്നെ പറഞ്ഞ് എല്ലാം കൊണ്ട് പറയിപ്പിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യിച്ചിട്ട് അവസാനം അതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ഡ്രോപ്പ് ചെയ്ത്, ആ ഡ്രോപ്പ് ചെയ്യണമെന്നാണ് എന്നെ വിളിച്ചിട്ട് ഒരു 5-6 വട്ടം അഭിനയിപ്പിച്ചത്. പറയുന്നെല്ലാം കറക്റ്റ് ആണോന്നാണോ, അതോ അതുപോലെ എക്സ്പ്രഷൻ ഇട്ട് പറയണോന്നാണോ? താടി വേണം, ചെയ്യരുത്, പിന്നെ ക്ഷീണം വേണം, പറയുമ്പോ എന്നെ രക്ഷിക്കണം മേഡം, അവരുടെ ഒരു വീഡിയോ ക്ലിപ്പിന്റെ അത് കുടുങ്ങിപ്പോയി മേഡം, എന്നെ രക്ഷിക്കണം, വീഡിയോ ക്ലിപ്പ് ഔട്ടായി കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും മേഡം, എന്റെ ഫോണോ എന്തൊക്കെ തള്ള പറഞ്ഞിട്ടുണ്ടാക്കിനോ. പക്ഷെ അതൊക്കെ വിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ അവസാനം ഒരു മേഡം പോയി 2-3 ദിവസം ഈ മീറ്റിങ്ങിന്റെ ഒരു 4 ദിവസം മുന്നേ എല്ലാം വിട്ടോ, ഇനി ആ ചാപ്റ്ററേ ഇല്ല. അങ്ങനെ അപ്പൊ മുഹമ്മദിന് മനസ്സിലായില്ലേ, മീറ്റിംഗില് മുഹമ്മദ് ഒന്നും അറിയത്തില്ല എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് ഇപ്പോഴാണ്. പക്ഷെ ഞാനത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഞാൻ അപ്പം വിശ്വസിച്ച് അവരും പേടിച്ചിട്ടുണ്ടാവും. ഇത് വലിയൊരു വിഷയമല്ല, വലിയൊരു ഇല്ലാത്തൊരു സംഭവമല്ലേ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പൊ അവർക്ക് അതിന്റേതായ ഒരു പേടി വന്നിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് വേണ്ടിട്ടാണ് ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ, അതായത് നമുക്ക് ഇവരെയൊക്കെ കുറെ നാളുകൊണ്ട് അറിയാവുന്നതാണല്ലോ, അതുകൊണ്ട് ഇതെല്ലാം കറക്റ്റ് എന്നോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിലും ആരോടെങ്കിലും കറക്റ്റ് ആയിട്ട് ഇത് പറയണം എന്ന് ഞാൻ പറയുന്നത് ഇതുകൊണ്ടായിരുന്നു. പക്ഷെ ഇതില് ഒരു വീഡിയോ, ഒരു ഓഡിയോ എന്റെ ഫോണിൽ റെക്കോർഡായിരുന്നു, ഒരു വീഡിയോ പുള്ളിക്കാരത്തിനോട് പറയണേ. പക്ഷെ അത് അന്നാണ് ഡിലീറ്റ് ചെയ്തത്. അവര് ഡിലീറ്റ് ചെയ്ത്, ഈ ഫോൺ കൊടുത്തിട്ടല്ലേ ഡിലീറ്റ് ചെയ്ത്. പക്ഷെ ഞാൻ ഇത് വിട്ടല്ലോ മേഡോ, പിന്നെ ഇനി അത് വേണ്ടല്ലോ, ഇനി പോട്ടെ, ഇനി വെറുതെ ഇല്ല പിന്നതൊക്കെ ഇല്ലല്ലേ ഇല്ല ഇത്ര ഉള്ളൂ. മേലൊരാളില്ല മേഡം, എനിക്ക് എന്താ വെച്ചാൽ ഈ അത്രേ ഉള്ളൂ. ഈ ദൈവമാണ് ഇതൊക്കെ ഔട്ടായിപ്പിച്ച്, അല്ലെങ്കിൽ അവരെ കൊണ്ട് അവരെ വായന കൊണ്ട് ഇത് പറയിപ്പിക്കൂല. അതങ്ങനെ അങ്ങ് പോയി തീരുമായിരുന്നു. അതല്ല, എന്നിട്ടും ഈ പറയുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഈ 2 ലേഡീസ് അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന് കേൾക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം. ഈ പറയുന്ന അല്ല അതല്ല കിട്ടി. ഇന്നിപ്പോ മറ്റേ നീന ഇറങ്ങി പോകുമ്പോ എന്നോട് ഇപ്പൊ 4-5 ദിവസമായിട്ടൊന്നും ഉണ്ടാറില്ലല്ലോ നീന കുറിപ്പ് ഒന്നും പറയാറില്ല. അപ്പൊ നീന കുറിപ്പ് ഇന്നിപ്പോ പോകുമ്പോ ഞാൻ ഗേറ്റിന്റെ അടുത്ത് അവിടെ നിൽക്കുന്നുണ്ട്. അവര് ഊബർ വന്ന് നീന പുറത്തിറങ്ങി റോട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ കുക്കുനെ കാത്തിരിക്കുകയാണ്. അപ്പൊ കുക്കുനെ വിളിച്ച്
ഉപ്പുമഴ വരുന്ന സമയം കൊണ്ട് ഗേറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ അടഞ്ഞുപോയി. അപ്പൊ ഞാൻ പോയി ഒന്ന് പിടിച്ച് പിടിച്ചിട്ടൊന്ന് തുറന്നിങ്ങനെ വെച്ച്. അപ്പൊ തുറന്ന് ഇത് നമ്മുടെ ഫ്രണ്ട് ഗേറ്റ്. അപ്പൊ എന്നോട് പറഞ്ഞു, മുഹമ്മദ് ഞങ്ങളെല്ലാരും മുഹമ്മദിന്റെ കൂടെ നിൽക്കില്ലായിരുന്നോ? മുഹമ്മദിന് അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പൊ ഇന്നത്തെ വിഷയം അവർക്ക് അനുകൂലമായിട്ടാണ് വന്നത് ഒക്കെ മേഡം തന്നെയാണ് എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചത് എന്നുള്ള ലെവലില് ആക്കി തീർക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു മേഡം അതിന് പിന്നെ എന്നിട്ട് എന്താ നിക്കാത്തെന്ന് നിങ്ങൾ ഇത്രയും സത്യം പറഞ്ഞിട്ട് അല്ല 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 അത് ഞാൻ പറഞ്ഞേ, അത് ഞാൻ അങ്ങനല്ല പറഞ്ഞേ. അപ്പൊ പറഞ്ഞേ എല്ലാരും ഞാൻ പറഞ്ഞു മേഡം അതിന് എന്താ ചെയ്യേണ്ടത്, അതിനുള്ള ഫുൾ എവിഡൻസും തെളിവും എന്റെ അടുത്തുണ്ട് മേഡം എന്ന് പറഞ്ഞു. ഫുൾ ഡീറ്റെയിൽസ് എന്റെ അടുത്തുണ്ട്, മേഡം ഒന്നുകൊണ്ടും പേടിക്കണ്ടായിരുന്നു. ആദ്യമാണ് ഞാൻ മുഹമ്മദിനോട് എന്താ മിണ്ടാത്തെന്ന് അറിയോ? എനിക്കറിയാം മേഡൊക്കെ പെട്ട് കിടക്കാന്ന് എനിക്കറിയാന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ അപ്പത്തി കുക്ക് കേൾക്കട്ടോ, കുക്ക് നേരെ പോയി കാറ് കയറി. എന്നിട്ടപ്പോ നീനക്ക് ഇത് പറഞ്ഞപ്പോ ഞാനിത് പറഞ്ഞപ്പോ നീനക്ക് എന്നോട് സംസാരിക്കണം, ഫോൺ ഇങ്ങനെ എടുത്ത് എന്റെ അടുത്ത് ഇങ്ങനെ വന്നു. ഞാൻ എല്ലാരും മാതിരി റെക്കോർഡും ചെയ്യുന്നതാണല്ലോ എന്റെ മുമ്പ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു മേഡം റെക്കോർഡ് എന്താ വെച്ചാൽ ചെയ്തോ, മേഡം പെട്ടെടുക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷെ പിന്നെ എന്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഞാനൊക്കെ കേട്ടിരുന്നു മേഡം കുളുമ്പ് വേണം എന്ന് പറഞ്ഞു. മേഡം വെയിറ്റ് ചെയ്യുന്നുണ്ട് പൊക്കോളൂ. അപ്പൊ ഈ സംഗതി തന്നെ മൊമോനെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ടാവില്ലായിരുന്നോ? മൊമോനൊരു വാക്ക് പറഞ്ഞ പോലായിരുന്നോ? അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല. ഞാൻ പറഞ്ഞു മേഡം എനിക്ക് എന്താണോ പറയാനുള്ള അതിനുള്ള എവിഡൻസ് കാര്യങ്ങളൊക്കെ എന്റെ അടുത്തുണ്ട്, അത് ഞാൻ പറയേണ്ടടുത്ത് പറയും, മേഡം പൊക്കോളുക. ഞാൻ അതുകൊണ്ടാണ് മേഡം അല്ല മുഹമ്മദ് മിണ്ടാത്തത്. എനിക്ക് മിണ്ടാൻ എത്ര വിഷമമുണ്ട് അറിയോ? മുഹമ്മദിനോട് മിണ്ടാതെ നടക്കാൻ അങ്ങനെയൊക്കെ അവര്. പിന്നെ എന്റെ വോയിസ് അവര് പുറത്ത് വിട്ടത് പിന്നെ എനിക്ക് വേണമെങ്കിൽ അവരെ വരെ കേസ് കൊടുക്കാൻ പറ്റും. എന്താന്ന് പറഞ്ഞേ, അതും പറഞ്ഞേ ആര് നിങ്ങള്. അപ്പൊ ഞാൻ പറഞ്ഞു മേഡം പൊക്കോളും പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞു മേഡം വിട്ടോ പറഞ്ഞു. അവര് പോയി. അത് പൊട്ടോന്ന് പറിച്ചൊന്നുമില്ല, പോയി. അവർക്ക് മനസ്സിലായി വിചാരിച്ചെടുത്ത് കിട്ടില്ല എന്നപ്പോ ഞാനൊന്നും മിണ്ടില്ല ആദ്യം. എന്തെങ്കിലും പറഞ്ഞിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് മുഹമ്മദ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി എന്ന് പറയണ്ട. ഇത് പറഞ്ഞത് ഞാൻ കേട്ടു. മേഡത്തിന്റെ അടുത്ത് ആ വോയിസ് പബ്ലിക് ആക്കിയത് ഞാൻ റിവേഴ്സ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവരകത്താണ് അങ്ങനെ എന്തൊക്കെ പറഞ്ഞു. അപ്പൊ അവര് മറ്റവരുടെ വോയിസ് വിട്ടപ്പോ ഈ കേസൊന്നും ഇല്ലേ? ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ വോയിസ് കൊടുത്തിട്ടുള്ളൂ. പിന്നെ എനിക്കെന്താണ് കമ്മിറ്റി? നമ്മള് കറക്റ്റ് ആയിട്ടുള്ള എവിഡൻസ് കൊടുക്കണം എന്നും പറയുന്നുണ്ട്. പിന്നെ കൊടുത്തു കഴിയുമ്പോ പിന്നെ അതെങ്ങനെയാണ് കേസിനുള്ള ആധാരമാകുന്നത്? നീന ഇനിയും ഉണ്ട് വിളിച്ചിട്ട് അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യുന്ന പറയുന്ന ഓടിയൊക്കെ വേറെ ഉണ്ട്. ഞാൻ പിന്നെ വെറുതെ എന്തിനാണ് ഈ നാറ്റ കേസൊക്കെ സംസാരിക്കുന്നതെന്ന് വെച്ചിട്ട്. ഇതല്ലല്ലോ നമ്മുടെ ടീച്ചർ എന്നോട് പറഞ്ഞു ഇനിയിപ്പോ ആരെങ്കിലും അവര് ബന്ധപ്പെട്ട ആരെയും വിളിക്കുകയാണെങ്കിൽ മുഹമ്മദ് ഫോണിൽ റെക്കോർഡ് ചെയ്തോണ്ടിട്ട് അവരെല്ലാം റെക്കോർഡിങ്ങിന്റെ മാസ്റ്റർമാരാണ്. അതുകൊണ്ട് മുഹമ്മദ് ഇനി ആര് വിളിക്കുകയാണെങ്കിലും റെക്കോർഡ് ചെയ്തോ. ഇനി ഇവരൊക്കെ വിളിക്കുന്നതാണ് ടീമിനോട്. ഇതിന് ബന്ധപ്പെട്ട ആൾക്കാർ ഇപ്പൊ അവർക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതിന് ചേച്ചി വന്നത് പറഞ്ഞ് ഇന്റെ ഒരു വീഡിയോ ക്ലിപ്പും കിട്ടിയെന്നാ പറയണേ. പക്ഷെ ഓഡിയോ ക്ലിയർ ആയിട്ടില്ല എന്നൊക്കെയാണ് പറയണത്. ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പൊ വീഡിയോ അല്ലേ ക്ലിയർ ആക്കി എടുക്കണ്ടായിരുന്നു അവര്. അവർക്ക് എഡിറ്റ് ചെയ്തുണ്ടാക്കി കൂടെ വേണം. അല്ല അവർക്ക് എഡിറ്റ് ചെയ്തുണ്ടാക്കാലോ. ക്യാമറാമാൻ ഇവിടെ 4 ദിവസം ക്യാമറന്റെ ഒരു കഥ കേൾക്കണം മേഡത്തിന്. മെഞ്ഞാന്ന് ക്യാമറന്റെ ആള് വന്നിട്ട് 24 മണിക്കൂർ കൊണ്ട് മൊത്തം ബാക്കപ്പ് എടുത്തവർക്ക് കൊടുത്ത് എല്ലാത്തിനും. അവരതില് എന്തൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും അറിയോ? പല കാര്യങ്ങളും അവര് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടാവും. ഒന്ന് ആക്ച്വലി മൊത്തം ഹാർഡ് ഡിസ്കിൽ എടുത്തിട്ടാണ് കൊണ്ടുപോയത് ഈ പുള്ളിക്കാരത്തി. ഒന്നത്. രണ്ടാമത്തെ ഒരെണ്ണം കാണാനില്ലെന്ന് പറഞ്ഞത് ഹാർഡ് ഡിസ്കിൽ മൊത്തം ആക്കിയിട്ട് ഇവര് കൊണ്ടുപോയി. അവർക്ക് അനുകൂലമായിട്ടുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നീനയും രണ്ടുപേരുണ്ട്. കാരണം നീന ഗ്രൂപ്പിന്റെ അന്ന് മറ്റേ കോള് ചെയ്തതൊക്കെ അവര് ഒഴിവാക്കിയിട്ടുണ്ടാവും. ഒന്ന്. പിന്നെ പല കാര്യങ്ങളും അവർക്ക് 2 പ്രാവശ്യം കൊക്കുമ്പോൾ എന്നെ എൻട്രൻസ് എന്നാണ് എന്നോട് സംസാരിച്ചത്. മുഹമ്മദ് സ്റ്റാർട്ട് ചെയ്യണൊക്കെ അവിടെ നിന്നാണല്ലോ. ഈ ഫസ്റ്റ് കഥ അവതരിപ്പിക്കണൊക്കെ അതൊക്കെ അവർ ഒഴിവാക്കിയിട്ടുണ്ടാവും. അതൊക്കെ അവിടെ റെക്കോർഡിങ്ങിൽ ഉണ്ടായിരിക്കുന്നതാ. എനിക്ക് 100% അതൊക്കെ അവര് നിർത്തി പറയിപ്പിക്കും. എന്താണ് ആ സംഭവം? യെസ്. ആണോ? ഇവര് നടന്നു വരുമ്പം നിങ്ങൾ അങ്ങനെ പറയണോന്ന് പറഞ്ഞിട്ട് പറയിപ്പിക്കുന്നതാണോ?
പറയിപ്പിക്കുന്നതും ഉണ്ട്, അവിടെ ഇരുന്നിട്ട് സോഫയിൽ ഇരുന്നുകാണ്ട് ഞങ്ങള് സംസാരിക്കുന്നതും ഉണ്ട്. പുള്ളിക്കാരത്തി എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ ലെവലില് പറഞ്ഞാൽ മതി, മുഹമ്മദ് പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞാണ്ട്. പിന്നെ ഈ ആശയും കുക്കും കൂടെ ഒരുമിച്ച് വല്ലതും വന്നിട്ടുണ്ടായിരുന്നോ ഏതെങ്കിലും ദിവസം? അല്ല, ആശ ആദ്യം വന്ന് അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഇവിടെ വന്നു. അന്നേരം ഇവര് ആശ ചോദിച്ചു എന്ന് പറയുന്നത്, മുഹമ്മദ് എന്താ വല്ലാതിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ കുക്കു ചേച്ചിയുടെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വല്ലതും സംഭവം ഉണ്ടായോ? ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. കാരണം വെച്ചാല് ആശ പോയതിന്റെ ശേഷാണ് കുക്കുമഴ വരുന്നത്. ആശ ഉള്ളപ്പം കുക്കില്ല അവിടെ. അതെങ്ങനെ പറയാനുള്ള, ഈ 2 മാസമായിട്ട് ആശ ഉള്ളപ്പം കുക്കില്ല അവിടെ. ഇങ്ങനെ കഥ പറയുന്നതിന് ഇവർക്കൊക്കെ സാമ്പത്തിക ലാഭമായിരിക്കും ഓഫർ കൊടുത്തേക്കുന്നല്ലേ, പിന്നെ ഇത്രയും ഇതിന് നിൽക്കും ആളുകള്. ആക്ച്വലി കുക്കും ആശയുള്ള ദിവസം ഉണ്ടായിട്ടില്ല മേഡം, 100% എനിക്ക് ഉറപ്പാ. അത് അറ്റൻഡൻസ് എടുത്താൽ നോക്കിക്കൂടെ? അറ്റൻഡൻസ് എടുത്ത അതൊക്കെ അറ്റൻഡൻസ് എടുത്ത് അതൊക്കെ അവരുണ്ടാക്കിയ കുറച്ചില്ല. അതൊന്നും അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അതൊക്കെ എനിക്ക് തോന്നുന്നത് ആ വീഡിയോസ് ഒക്കെ, ഏതെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ ചിലപ്പോ അവര് അത് കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞ ഒഴിവാക്കിട്ട് ആശ വന്നത് ചിലപ്പോ ഉണ്ടാവൂല, കുക്ക് വന്നതും ഉണ്ടാവും. അപ്പൊ 2 ലിങ്കിൽ എന്തായി അങ്ങനെ ഉണ്ട് ആക്കി തീർക്കാലോ. അപ്പൊ ഇതിനൊക്കെ കൊണ്ടുപോയിട്ട് ഇപ്പൊ ക്യാമറന്റെ ടിനിസാർ ഇപ്പൊ വേറെ ആൾക്കാരെ ഇപ്പൊ കൊണ്ടുവന്ന് എടുക്കുമ്പോ പാസ്വേഡ് ആർക്കും അറിയില്ല. അപ്പൊ പാസ്വേഡ് അറിയില്ല. അപ്പൊ ഞാൻ മറ്റേ കുക്കുമേളത്തിന്റെ ക്യാമറാമാന്റെ നമ്പർ ഞാൻ വാങ്ങി വെച്ചിരുന്നല്ലോ. ഞാന് കൊടുത്ത നമ്പർ ടിനിസാറിനും സലീം മേളത്തിനും വിളിക്കുകയായിരുന്നു. അവനെ വന്ന് 2 ദിവസം മുന്നേ വന്നാൽ ബാക്ക് കൂടുതൽ അവന്റെ അടുത്തുണ്ടാവുമല്ലോ. അവനെ വിളിച്ചപ്പോ അവൻ വെപ്രാളം. അല്ല, എന്റെ അടുത്തില്ല. എനിക്ക് അവിടുത്തെ ഒരാള് പറഞ്ഞെന്നാണ്. നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവനും നല്ല കമ്പനിയാണ്. അപ്പം സത്യസന്ധമായിട്ട് നിക്കുവോന്ന് എനിക്കറിയില്ല. നിങ്ങൾ സംസാരിച്ചു നോക്കാൻ പറഞ്ഞിട്ട് മനാഫിന്റെ നമ്പർ ഞാൻ കൊടുത്തായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇവനെ വിളിച്ചപ്പോ ഇവനക്ക് പാസ്വേഡ് അറിയില്ല, മറ്റാള് പറഞ്ഞെന്നാണ്. അപ്പൊ കാരെ പറഞ്ഞത് ഉണ്ണിസാറാണല്ലോ അത് പറഞ്ഞെടുത്ത്. അപ്പൊ ആയിക്കോട്ടെ പറഞ്ഞെന്ന പാസ്വേഡ് പറയാൻ അത് ഞാൻ മറന്നുപോയി. അപ്പൊ പഠിച്ചതാണ്. ഇവര് ഒരു രീതിയിൽ കൊടുക്കില്ല. സരീമേടെ വിളിക്കണേ, ഞാനല്ല വിളിക്കണേ. സരീമേടെ വിളിക്കണേ, ടിനിസാറുണ്ട്, എല്ലാരും ഉണ്ട്. പക്ഷെ ഇവര് പാസ്വേഡ് കൊടുക്കില്ല, ഒന്നും കൊടുക്കണില്ല. ആകെ വെപ്രാളം കൊണ്ട് വെക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ കുക്കുമടണ്ടല്ലോ അവിടെ, കുക്കുമടത്തിനെ ചോദിച്ചു പറഞ്ഞു. അങ്ങനെ കുക്കുവിനോട് പോയി ചോദിച്ചു. കുക്കുവിനോട് ചോദിച്ചപ്പോ അത് ഉണ്ണിനോട് ചോദിക്കണം. ടിനിസാറിനോട് ചോദിച്ചു. ടിനിസാർ പറഞ്ഞു അത് കംപ്ലീറ്റ് അറസ്റ്റ് ചെയ്ത് ഒഴിവാക്കി പുതിയ പാസ്വേഡ് തന്നെ അടിക്കാറുണ്ട്. ഉള്ളു ഒഴിവാക്കിയിട്ട് പുതിയ പാസ്വേഡും പുതിയ ഇതും അടിച്ച് അത് കുക്കുമാരത്തിനും കൊടുത്ത് ശ്വേതാമേനും കൊടുത്ത് ഒക്കെ കഴിഞ്ഞ് ഇവര് വിട്ട്. അത് ഓഡിയോ ഫ്രണ്ടിൽ മാത്രം ഓണാക്കി വെച്ചിട്ടുള്ളായിരുന്നു. മേഡം ഇരിക്കണ എല്ലാത്തിലും ഓഡിയോ ഉണ്ട്. പക്ഷെ എല്ലാത്തിലും ഓഫ് ആയിരുന്നു. ഇവിടെ മാത്രമാണ് ഓണാക്കി വെച്ചത്. മേഡം ഇരിക്കുന്ന റിസപ്ഷനിൽ മാത്രമേ ഉള്ളൂ ഓൺ. ഈ ചങ്ങന്മാര് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ അപ്പൊ എനിക്ക് തോന്നുന്നത് മിനിയാന്ന് വന്നപ്പോ ഓഫ് ആക്കിയതാവും മറ്റേതൊക്കെ. അതുവരെ അതൊക്കെ ഓണായിരിക്കും. കേൾക്കണം, അവരാ ഓഡിയോ വെച്ച് കേൾക്കണം. ആ ബീന കുമ്പളങ്ങി എന്ന് പറയുന്ന അമ്മയൊക്കെ വിളിച്ചിട്ട് അവരുടെ കഷ്ടപ്പാടുകളും വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ പറയുന്നത് ഇവരെ വിളിച്ചാ ഫോണെടുക്കാത്ത ഇവരെല്ലാരും കേൾക്കണം. അതിനാണ് ഞാൻ ലൗഡ് സ്പീക്കർ ഇട്ട് സംസാരിക്കുന്നത്. എന്തായാലും കേൾക്കുകയല്ലേ, ഓഡിയോ ഉണ്ടായിരിക്കും എന്ന് ഒരു ഏകദേശ ധാരണ വെച്ചിട്ടാണ് ഞാൻ ലൗഡ് സ്പീക്കർ ഇട്ട് സംസാരിക്കുന്നത്. കേൾക്കട്ടെ, കേട്ട് മനസ്സിലാക്കട്ടെ. ഇവര് ഒരു തവണ പോലും ഇവരൊന്ന് തിരിച്ചു വിളിക്കുകയോ എന്താണ് കാര്യം എന്ന് എന്തെങ്കിലും ഒന്ന് അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവർ എന്താണ് ഇവിടെ ചെയ്യുന്നത് മെമ്പേഴ്സിന് വേണ്ടിയിട്ട്? നമ്മള് ഒന്നും പറ്റത്തില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ഞാൻ അവരോട് സംസാരിക്കാറുണ്ട്. ഡെയിലി അവരെന്നെ വിളിച്ച് സംസാരിക്കുന്നത് എന്തുകൊണ്ടാ? ഇവരാരും വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല. പ്രത്യേകിച്ച് ഇവരെ സെക്രട്ടറി വിളിച്ചാൽ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ സങ്കടം പറയാനാണ് ഇവരെന്നെ വിളിക്കുന്നത്. അത് ഓഡിയോ കേട്ട് നോക്കട്ടെ, കേട്ട് നിർവൃതി അടയട്ടെ. അങ്ങനത്തെ ഓരോ കാര്യങ്ങള്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ടിനിസാർ ഇപ്പൊ എന്നോട് തീർച്ചയായിട്ട് പറഞ്ഞേ, മോദ ലോകത്തൊരു വൃത്തികെട്ട സ്ത്രീ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് ഈ സ്ത്രീയാണ്. അത് മാത്രം മോഹമ്മദ് മനസ്സിൽ വെച്ചാൽ മതി. എന്ത് ചോദിക്കുകയാണെങ്കിലും വിളിക്കുകയാണെങ്കിലും റെക്കോർഡ് ചെയ്യാൻ മടിക്കണ്ട. ധൈര്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചോ. എന്ത് ചോദിക്കുകയാണെങ്കിലും ഇനി ചിലപ്പം വിളിക്കാൻ നിനക്ക് സോൾവ് ചെയ്യാനോ ഇതൊക്കെ സാധ്യത ഉണ്ടാവും. അപ്പൊ ആ രൂപത്തിലൊക്കെ ആണ് ഇപ്പൊ മുന്നോട്ട് പോണത്. അപ്പൊ എന്തായാലും ഈ എവിഡൻസും കാര്യങ്ങളൊക്കെ എടുത്തോ. ഞങ്ങൾ അടുത്ത സിറ്റിംഗ് ഉണ്ട്, ശ്വേതമ്മ നിങ്ങളെ വിളിക്കും എന്നൊക്കെ പറഞ്ഞു. ശ്വേതമ്മ ഇവിടുന്ന് സംസാരിക്കേണ്ട മുഹമ്മദിനോട് ഞാൻ വിളിച്ചോളാം എന്നാ പറഞ്ഞത് എന്നാണ്. അപ്പൊ അങ്ങനെ
അങ്ങനെ പറഞ്ഞ് സലീമേടെ അപ്പൊ എന്നോട് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വെച്ചത്. ഞാൻ പറഞ്ഞു ഇന്നലെ 2 ദിവസം പോയിട്ട് വരാറ്, മുമ്പ് തിങ്കളാഴ്ച മീറ്റിംഗ് കഴിഞ്ഞിട്ട് പൊക്കോ, പോയിട്ട് 2 ദിവസം കൂടെ നിൽക്കരുതേ എന്നാൽ സരയും ടിനിയും അതിൽ കൂടുതലൊന്നും ആവരുതിട്ടാണ്. ഞാന് തീരെ ഇങ്ങോട്ടില്ല എന്നുള്ളത് ഞാനെന്ന് ഉറപ്പിച്ചാണ്. ഒന്നും സെറ്റ് ആവൂല ഈ കഴിഞ്ഞാൽ ഇവര് മനുഷ്യന്മാരുടെ കൂട്ടത്തില് കൂട്ടാൻ പറ്റുന്ന ഐറ്റംസ് അല്ല. നമ്മൾ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. മനുഷ്യന്മാരുടെ എല്ലാം ജോലി ചെയ്ത് എനിക്ക് ശീലമുള്ളൂ, അല്ലാതെ ഇത് എന്ത് സ്വഭാവമാണ് ഇതൊക്കെ. ഇങ്ങനെ ആയാലോ എതിർത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളിതായി കഴിഞ്ഞാല് നമ്മള് സമ്മതിക്കൂല മേഡം. ഇപ്പൊ മേഡത്തിനായിട്ട് ഞാനധികം തെറ്റ് ചെയ്ത് ഞാൻ പെട്ട് മേഡം തെളിവ് പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നുകിൽ സമ്മതെങ്കിലും നടത്തണം. ഞാൻ ഒക്കെ തെറ്റിപ്പോയി, തെറ്റുപറ്റിപ്പോയി, അവിടെ തീരും അത്. ഇത് അത് ഈ ചെയ്തു കൂട്ടിയതൊക്കെ ശരിയാക്കാൻ വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും പോകും. അത് മൂടി വെക്കാൻ പിന്നെ 1000 കള്ളം പറയേണ്ടി വരും എന്നുള്ളതിന്റെ അതാണ് ഇപ്പൊ ഇനിയിപ്പോ എന്തെന്ത് ചെയ്യാൻ. ഇനിയിപ്പോ അവസാനം ഞാനില്ലാതാവാതെ തീരുള്ളൂ എന്നുള്ളവര് അവിടെ വരെ എത്തുന്നത് നോക്കിയോ, അവിടെ വരെ എത്തും. കാരണം ഞാനെന്ന് പറഞ്ഞ വ്യക്തി തീർന്നാ കഴിഞ്ഞ് മേളം കുടുങ്ങി. ഒരു പേടിയില്ല, ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അല്ല ഞാൻ സൂക്ഷിക്കുന്നുണ്ട്, ഞാൻ അതിനുള്ള എല്ലാം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ വോയിസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കിന്ന് സംഭവിച്ച ആരാണ് ഉത്തരവാദി എന്നുള്ളത്. ചെയ്യാമെങ്കിൽ എന്തും ചെയ്യും എന്നുള്ളതിന്റെ ഒരു ഇതാണല്ലോ ഇത്. ഇതെന്താ വെച്ചാൽ മേഡത്തിന്റെ ഭരണിക്ക് വരും, അവരെ പ്ലാനിങ് കണ്ടാണ് ഭയങ്കര. 1000 വട്ടം മീറ്റിംഗിൽ പറഞ്ഞു എന്നാ ഞാൻ അറിഞ്ഞു. അപ്പൊ ഇവരൊന്നും ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആരെ പേരിൽ വരും? അതുലിന്റെ പേരിൽ വരും. അതുലിന്റെ കയ്യില് വീഡിയോ ക്ലിപ്പ് ഉണ്ട്, അവിടെ ഉണ്ട് വീഡിയോ ക്ലിപ്പ് ഉണ്ട് എന്നുള്ളതാവും വരിക. അതെനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വോയിസ് അന്ന് രഥവനും വിട്ടെടുത്ത് സരവിനും വിട്ടെടുത്ത് സൂപ്പറായിട്ട് തന്നെ വിട്ടു. സരവിനും വിട്ടെടുത്താണ് അടിപൊളിയായിട്ട് വിട്ടെടുത്ത്. എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് വേറെ ഒരു ഇതില്ല, ഇവര് മൂലം എനിക്ക് സംഭവിക്കുള്ളൂ എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് തന്നെ വിട്ടെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ അത്ര പേടിക്കേണ്ട ആവശ്യം വരുന്നത് വരെ എല്ലാം വിട്ടെടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ട് വോയിസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സരവിന്. ഒന്ന് മറ്റേ ഈ മീറ്റിംഗിൽ, അഥവാ മീറ്റിംഗ് വരെ ചിലപ്പോ ഞാൻ ജീവനോട് അല്ലെങ്കിൽ വിചാരിച്ചിട്ടുള്ള ഒരു മൊഴി എന്റെ ഫുൾ ഡീറ്റെയിൽ വെച്ചിട്ട് A to Z മൊഴി മുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഭീഷണിയുള്ള കാര്യം മുട്ടെടുത്തിട്ടുണ്ട്. ഭീഷണി എന്നല്ല, എനിക്കിങ്ങനെ നല്ലൊരു പേടിയുണ്ട് ജീവന്. കാരണം അവർക്കിപ്പോ ഞാനില്ലാതായ മാത്രമേ രക്ഷപ്പെടാനുള്ള പഴുതുള്ളൂ, അല്ലാതെ പഴുതുകളില്ല. ഇപ്പൊ ഞാൻ ഈ എവിഡൻസ് വെച്ചാൽ തന്നെ എന്തായി, ഇപ്പൊ ഞാൻ ഈ 9-ാം തീയതിത്തെ ഈ എവിഡൻസ് മാത്രം വെച്ചാൽ തന്നെ അതുല്യ ഞാനും തമ്മിൽ ബന്ധമില്ല എന്ന് ഫുൾ തെളിഞ്ഞ് 100% തെളിഞ്ഞ് അല്ലേ? എന്റെ 9-ാം തീയതിത്തെ ഡീറ്റെയിൽസ് വെച്ചാല് നിങ്ങൾ ഈ ചിത്രത്തിലേ ഇല്ല ഒന്ന്. പിന്നെ ഞാനും പുള്ളിക്കാരത്തെ ഞാൻ ഇനി എന്റെ എന്തോ ലാഭത്തിന് വേണ്ടി പുള്ളിക്കാരത്തിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ചെയ്തെന്നോ അങ്ങനെ വല്ലതായിരിക്കും പിന്നെ വരിക. അല്ലാന്നുണ്ടെങ്കിൽ ഞാനും പുള്ളിക്കാരത്തെയും കൂടി ഒന്നിച്ച് പ്ലാൻ ചെയ്തുണ്ടാക്കി. ഈ 2 ഓപ്ഷനെ പിന്നെ ഉള്ളൂ. ഒന്നുകിൽ ഞാൻ വെറുതെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്ത് ഞാൻ അത്ര ക്രിമിനലായിട്ട് ചെയ്തു ഞാൻ സ്വയം ഉണ്ടാക്കി പറഞ്ഞു. ചോദിച്ചോട്ടെ, ഇതെല്ലാം കൂടെ കേട്ടിട്ട് ഈ ഞാനങ്ങ് വല്ലതും ചെയ്തു പോയാ ഇതിനാര് സമാധാനം പറയുന്നു ആലോചിച്ച് നോക്കി. ആയതുകൊണ്ട് ആർക്കും ഒരു കുഴപ്പം വരാതെ രക്ഷപ്പെടും അല്ലേ? അവർക്ക് ആർക്കൊന്നും വരില്ല, ഞാൻ പെടും. ഇതൊന്നും പുറത്താ ഞാനില്ലാത്തൊരു കഥ പറഞ്ഞ് ആ ജീവൻ ഇല്ലാതാക്കി പറയും. അതെല്ലാം ഉണ്ടാവുമ്പോ